ഒരു കൂട്ടിന്, ഒരു ആഘോഷത്തിന്, ഒരു സാഹസികതയ്ക്ക് ലഹരി ഉപയോഗിക്കുന്ന ശീലം യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് പൊതുസമൂഹം ഉയർന്നു ചിന്തിക്കുന്ന കാലഘട്ടം. മാനവരാശിയുടെ തന്നെ പതനത്തിന് വഴി തുറന്നേക്കാവുന്ന ഈ വെറുതെ തുടങ്ങുന്ന ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ, അതും ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാം. ഈ മേഖലയിലെ വിദഗ്ധരായ മിസ് ആവണി സജി, മിസ് ക്രിസ്റ്റി ജോസ്, മിസ് നാൻസി ഡിക്രൂസ് എന്നിവർ നിങ്ങളോട് സംസാരിക്കും. പ്രതിദിനവും നൂറുകണക്കിന് ആളുകൾ ഡ്രഗ്സിന്റെ ഇടുങ്ങിയ വഴിയിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരോഗ്യം, മനസ്സ്, സാമൂഹ്യ ബന്ധങ്ങൾ എല്ലാം തകർക്കുന്ന ഈ ഭീഷണി നമ്മൾ ഒറ്റക്കെട്ടായി നേരിടേണ്ട സമയം ഇതാണ്. മയക്കുമരുന്നുകളുടെ രഹസ്യങ്ങളെയും അതിൻ്റെ ശാരീരികവും മാനസികവുമായ ദോഷഫലങ്ങളെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വഴികളെയും കുറിച്ചാണ് ഈ അവതരണം. നിങ്ങളുടെ ആരോഗ്യമുള്ള ഭദ്രമായ ഭാവിക്ക് വേണ്ടി ഈ സന്ദേശം എല്ലാവർക്കും അത്യാവശ്യമാണ്. മയക്കുമരുന്നുകൾ അഥവാ ഡ്രഗ്സ് എന്ന വളരെ വിശാലമായ ഒരു വിഭാഗമാണ്. പലതരത്തിലുള്ള മരുന്നുകളും രാസവസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ഉപയോഗത്തിൻ്റെ ആവശ്യകതയും ദോഷഫലങ്ങളും ആശ്രയിച്ച് ഇവയെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ താഴെ പറയുന്നവയാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത്. ഡ്രഗ്സ് എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്ന് നല്ല ഡ്രഗ്സ്, രണ്ടാമത്തേത് മോശം ഡ്രഗ്സ്. നല്ല ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പ്രിസ്ക്രിപ്ഷനോട് കൂടിയ ഡ്രഗ്സ്, അതായത് മെഡിസിൻ. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് മോശം ഡ്രഗ്സ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സ്റ്റിമുലൻറ്റുകൾ, അതായത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ഉത്സാഹിപ്പിക്കുന്ന ഒരു തരം ഡ്രഗ്സാണത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊക്കെയിൻ, അതുപോലെ തന്നെ കഫീൻ, നിക്കോട്ടിൻ, പിന്നെ നമ്മൾ ഏറ്റവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന MDMA, ഇതൊക്കെയാണ് ഈ തരത്തിൽപ്പെടുന്നത്. ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം കൂട്ടുക, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ. രണ്ടാമതായിട്ട് ഡിപ്രസൻറ്റുകൾ, അതായത് മസ്തിഷ്ക പ്രവർത്തനം കുറയ്ക്കുന്നു. ഉദാഹരണത്തിന് ആൽക്കഹോൾ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്വാസതടസ്സം, ഓർമ്മക്കുറവ് ഇവയൊക്കെ ഉണ്ടാക്കുന്നു എന്നതാണ്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഹാലൂസിനോജൻസ്, അതായത് നമ്മുടെ ദൃശ്യ ശ്രവണ ഭ്രമങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് നമ്മൾ കാണാത്തത് കാണുക, കേൾക്കാത്തത് കേൾക്കുക, ഇവയൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ LSD, അതുപോലെ തന്നെ പെയോട്ടി, മാജിക് മഷ്റൂം, ഇവയൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്നുണ്ടാകുന്ന ഭീഷണി എന്ന് പറയുന്നത് മാനസികമായ അവസ്ഥകളിലുണ്ടാകുന്ന മാറ്റം, അതായത് ഭ്രാന്തമായ ഒരു അവസ്ഥയാണ്. നാലാമതായിട്ട് പറയാനുള്ളത് ഓപ്പിയേറ്റ് അല്ലെങ്കിൽ ഓപ്പിയോയിഡുകൾ. ഇതിൻ്റെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമുക്ക് ഹെറോയിൻ, മോർഫിൻ, ഇവയൊക്കെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വേദന കുറയ്ക്കുന്നു, ആനന്ദം നൽകുന്നു, ഇവയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ നിന്നുണ്ടാകുന്ന ഭീഷണി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശ്വാസതടസ്സം, ഗുരുതരമായ ആശ്രിതത്വം, ഇതൊക്കെയാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് കന്നബിനോയിഡുകളാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഗഞ്ച, ഹാഷിഷ്, THC ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ നമ്മൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം അലസമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. നമുക്ക് ഓർമ്മക്കുറവ്, താൽക്കാലികമായ മനോവൈകല്യങ്ങൾ, ഇവയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം കണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ സുന്ദര കേരളം വേട്ടയാടുന്ന ലഹരികൾ പലതരത്തിലുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എഫക്ട്സ് കിട്ടുന്ന, എന്നാൽ നീണ്ട നേരം ഉണർവ് കിട്ടുന്നതുമായ MDMAയും കഞ്ചാവുമാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇന്ത്യയിൽ ലക്ഷങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ ഇതിൻ്റെ വില കോടികളുമാണ്. ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തുടർച്ചയായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കുന്നതിനും സഹായിക്കുന്ന രാസവസ്തുക്കൾ യുവാക്കൾക്കിടയിൽ ആദ്യകാലങ്ങളിൽ മിത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് MDMA ആയി മാറി. ഈ MDMAക്ക് പാർട്ടി ഡ്രഗ് എന്ന വിളിപ്പേരുമുണ്ട്.
പാർട്ടികളിലും മറ്റും വരുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനാണ് ഈ മാരക ലഹരി ഉപയോഗിക്കുന്നത്. ഇതിന് മണവും രുചിയും ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ ഒരുവനെ അടിമയാക്കാൻ ശേഷിയുള്ളതാണ് ഈ മാരക വസ്തു. ആദ്യഘട്ടത്തിൽ ഇരകളെ ആകർഷിക്കാൻ ജ്യൂസിൽ കലക്കിയാണ് നൽകുന്നത്. രുചിയും മണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും അത് സംശയം തോന്നാറില്ല. അങ്ങനെ അവരെ അടിമകളാക്കുന്നു, വിൽപ്പനക്കാരാക്കുന്നു, കാഴ്ചവസ്തുക്കളായി മാറ്റുന്നു. ഈ മാരക വസ്തു പൊടിയായിട്ടോ അല്ലെ അതിനെ ചൂടാക്കി ലിക്വിഡായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. മൂക്കിലൂടെയോ വായിലൂടെയോ മലദ്വാരത്തിലൂടെയോ കണ്ണിൻ്റെ മ്യൂക്കസ് മെമ്പറിനിൽ പുരട്ടിയാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. MDMA 1 ഗ്രാം ശരീരത്തിൽ എത്തിയാൽ 12 മുതൽ 16 മണിക്കൂർ വരെ ഉണർവ് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഉറക്കം വരില്ലത്രേ. നീലച്ചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനും അവ നിലനിർത്താനും ഉപയോഗിക്കുന്ന മയക്കമരുന്നിൻ്റെ പേരും MDMA എന്നാണ്. അതിയായി ആഹ്ലാദവും ചെയ്യുന്ന പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തോന്നലും റിലാക്സ് മൂഡും ഈ മയക്കമരുന്ന് അടിമയാകുന്നവരിൽ ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം ആനന്ദം കിട്ടുന്നില്ലേ, ഇനി എന്ത് വേണം എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇനിയുള്ളതൊന്ന് കേട്ടു നോക്കൂ. എല്ലാ ഡ്രഗ്സും ഒരു മനുഷ്യനെ കേന്ദ്ര നാഡിയാണ് ബാധിക്കുന്നത്. അതുമാത്രമല്ല വൃക്ക, ഹൃദയം, ശ്വാസകോശം എന്നിങ്ങനെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് നിരന്തരമായി ഉപയോഗിക്കുന്നതിലൂടെ മരണം വരെ സംഭവിച്ചേക്കാം. MDMA, കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് അരമണിക്കൂറിനകം നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അതിവേഗം ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സ്പീഡ് എന്നും വിളിക്കാറുണ്ട്. 8 മണിക്കൂർ വരെ ഈ ലഹരിയുടെ ഉണർവ് ലഭിക്കുമെന്നാണ് പറയുക. ഇത് അകത്ത് ചെന്നയുടനെ തന്നെ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന സെറോട്ടീൻസ്, ഡോപ്പമൈൻസ് പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. അങ്ങനെ നമ്മുടെ ശരീരം സന്തോഷവും എനർജറ്റിക് ആവുകയും ചെയ്യും. ഉപയോഗത്തിൻ്റെ തുടക്കത്തിൽ ആനന്ദം കിട്ടുമെങ്കിലും ഈ വസ്തുവിൻ്റെ വീര്യം കുറഞ്ഞു തുടങ്ങുമ്പോൾ ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു വരികയും ആളുകൾ ഡള്ളാവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഉറക്കമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ തുടർച്ചയായി ഉറങ്ങുന്ന അവസ്ഥയിലോ ഉണ്ടാവാം. ഇത് ശരീരത്തിൽ ടെമ്പറേച്ചറും ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും അസാധാരണമായി ഉയർത്തുകയും ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ സ്ട്രോക്ക് വരെ വരുത്തി വയ്ക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആയുസ്സിൽ നിന്ന് 5 മുതൽ 10 വർഷം വരെ ആയുസ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു വില്ലനാണ് ഈ MDMA. ലഹരത്തിന് അടിമയായി ഒരു വ്യക്തിക്ക് ഇത് കിട്ടാതെയാവുമ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും ചിലർക്ക് അവർ മറ്റുള്ളവർ ആക്രമിക്കാൻ വരുന്നത് പോലെ തോന്നലുകൾ ഉണ്ടാവുകയും ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലും തിരിച്ചറിയാനാവാതെ അവരെ അപകടപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട്. ഒപ്പം മദ്യം കൂടിയാവുമ്പോൾ അത് അതിക്രൂരനായി മാറുന്നു. ഒന്നെങ്കിൽ അത് നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലും. ഇത് നിരന്തരമായി യൂസ് ചെയ്യുന്നവരുടെ പല്ലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഉപയോഗിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടു പോകുന്നു. ഡിപ്രഷൻ ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ പോലെയുള്ള ലഹരി വസ്തുക്കൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്ത് ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതാക്കുമ്പോൾ സ്റ്റിമുലൻ, ഹാലുസിനോജൻസ് ഗണത്തിൽപ്പെട്ട കൊക്കൈൻ, MDMA, ഹാഷിഷ് പോലെയുള്ള ന്യൂറോൺസിനെ തകർക്കുകയും ബ്രെയിൻ ചുരുങ്ങുന്നതിനും ന്യൂറോളജിക്കൽ വൈകല്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. തലച്ചോറിൽ ഓർമ്മക്കുറവ്, ശ്രദ്ധയില്ലായ്മ, അബോധാവസ്ഥ, മസ്തിഷ്കാഘാതം, അന്നനാളത്തിൽ അർബുദം, ഹൃദയത്തിൽ വർദ്ധിച്ച രക്തസമ്മർദ്ദം, ദുർബലമായ ഹൃദയമിടിപ്പ്, ശ്വാസകോശങ്ങളിൽ വിട്ടുമാറാത്ത നെഞ്ച് രോഗങ്ങൾ, ക്ഷയം, അർബുദം, കരൾ വീക്കം, ആമാശയത്തിൽ അർബുദം, കുടലിലെ വ്രണം, ഛർദി, വൃക്കയിൽ പ്രവർത്തനരഹിതമാക്കുക, പാൻക്രിയാസിൽ പ്രമേഹം, മൂത്രസഞ്ചിയിൽ അർബുദം, ലൈംഗിക അവയവങ്ങൾ ഷണ്ടത്വം, ആർത്തവ രോഗങ്ങൾ എന്നിങ്ങനെ തല മുതൽ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ലഹരി വസ്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുരത്താം. ഒരു കോട്ട് ഇങ്ങനെയാണ്: മയക്കമരുന്ന് എനിക്ക് ചിറകുകൾ തന്നു, എന്നാൽ എൻ്റെ നീലാകാശത്തെ അത് അപഹരിച്ചു കളഞ്ഞു. നമ്മുടെ ജീവിതത്തെ നമ്മിൽ നിന്നും അകറ്റുന്ന ലഹരി വസ്തുക്കൾക്ക് നമ്മെ വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ സുന്ദരമാക്കുക. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മളെ ശാരീരികപരമായിട്ട് മാത്രമല്ല മാനസികപരമായിട്ടും തളർത്തുന്നുണ്ട്. ഓരോ ലഹരി പദാർത്ഥങ്ങളും ഓരോ വ്യക്തിനെ ഓരോ രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുക.
ഇപ്പം MDMA അല്ലെങ്കിൽ കാനബിസ് പോലുള്ള സബ്സ്റ്റൻസുകൾ, അത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ്. അത്തരം സബ്സ്റ്റൻസുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പം യൂഷ്വലി ആങ്സൈറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ആൾക്കാരിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മൈൽഡ് വേർഷൻ ഭയങ്കര സിവിയർ ആക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ആങ്സൈറ്റി ഡിപ്രഷൻ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഇത്രയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അവർക്ക് ഈ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ മെയിനായിട്ടും നമ്മുടെ ബ്രെയിനിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. മേജറായിട്ടും നമ്മുടെ ഡോപ്പമിൻ, സെറാട്ടോണിൻ പോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ബ്രെയിനിൽ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുകൊണ്ട് നമുക്ക് ഒരു എലവേറ്റീവ് ആയിട്ടുള്ളൊരു മൂഡാണ് നമുക്ക്, അതായത് അമിതമായിട്ടുള്ള സന്തോഷം, ഉന്മാദം, ഉത്സാഹം, ഒരു സുഖം, ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ യൂസിൽ തന്നെ ആൾക്കാർ ഇതിനോട് അഡിക്റ്റഡ് ആയി പോകുന്നത്. ഇതോടൊപ്പം തന്നെ ടോളറൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സാധാരണ ഒരു വ്യക്തി ഒരു അളവിലായിരിക്കും ലഹരി ഉപയോഗിക്കുന്നത്. അത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പം ഈ ഒരു അളവ് ഉപയോഗിച്ചാൽ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഫീലും കിട്ടാതെയാവുകയും അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു ലഹരിയുടെ അളവ് ദിനം പ്രതി കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അവനൊരു അഡിക്റ്റീവ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. സോ ഈ അഡിക്റ്റീവ് സ്റ്റേറ്റിൽ എത്തിയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു വിഡ്രോവൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്തു തുടങ്ങും. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലഹരി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ലഹരി കിട്ടാതെ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കുറച്ച് ഫിസിക്കൽ സിംറ്റംസ് കാണിക്കും. ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ശ്വാസം എടുക്കുക, നെഞ്ചെടുപ്പ് കൂടുക, പാനിക് അറ്റാക്സ് വരിക, ഇറിറ്റബിൾ ആവുക, ദേഷ്യം വരിക, സ്വന്തമായിട്ട് നമ്മൾ സെൽഫ് ഹാം ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഉറക്കമില്ലായ്മ, ഇത്തരമുള്ള അവസ്ഥകളൊക്കെ നമ്മൾ വിഡ്രോവൽ സിംറ്റംസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് യൂഷ്വലി പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ വിഡ്രോവൽ സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ ഒരു ലഹരി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ അമിതമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നാലെ പോവുകയും ഇതിൻ്റെ ലഹരി നമ്മൾ വിൽപ്പനയ്ക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പൈസ ചിലവാക്കി ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ഒരു വിഡ്രോവൽ സിംറ്റംസിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് സൈക്കോട്ടിക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. യൂഷ്വലി സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കാട്രിക് പേഷ്യൻസിനായിരിക്കും സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാവുക. പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MDMA എന്ന് പറഞ്ഞാൽ നമ്മുടെ നീസൽ ക്യാവിറ്റി വഴി ഡയറക്റ്റ് നമ്മുടെ ബ്രെയിനിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ഡയറക്റ്റ് ബ്രെയിനിലേക്ക് ചെല്ലുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നെർവ് സെൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ബ്രെയിൻ സെൽസിനൊക്കെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ്, പാരനോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. യൂഷ്വലി ഇത് സൈക്കാട്രിക് പേഷ്യൻ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കേസൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഫാമിലി ഹിസ്റ്ററിയിൽ യാതൊരു തരത്തിലുള്ള സൈക്കാട്രിക് ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഹാലൂസിനേഷൻസും ഡെലൂഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കാണാറുണ്ട്. ഹാലൂസിനേഷൻസ് മെയിനായിട്ടും നമ്മൾ 5 തരത്തിലാണുള്ളത്. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ 3 തരത്തിലുള്ള ഹാലൂസിനേഷൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ഓഡിറ്ററി, വിഷ്വൽ ആൻഡ് ടാക്ടൈൽ. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെവിയിലിരുന്ന് ആരോ സംസാരിക്കുന്ന പോലെ തോന്നാം, നമുക്ക് എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് തരുന്ന പോലെ തോന്നാം. അതുപോലെ ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കണ്ടും തോന്നാം, ഒരു നിഴൽ പോകുന്ന പോലെ, ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നാം. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ കൂടെ എന്തൊക്കെയോ ഓടി നടക്കുന്ന പോലെയൊക്കെ ഒരു തോന്നലുകൾ വരിക. ഇതൊക്കെയാണ് ഹാലൂസിനേഷൻ പറയുക. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് അൺസ്റ്റേക്കബിൾ ബിലീവ്സ് എന്ന് പറയുന്നത് അവൻ്റെ അമിതമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റാത്ത തരത്തിലുള്ളൊരു വിശ്വാസമാണ്. എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, എന്നെ ആരോ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വലിയ പവറുണ്ട്, ഞാൻ ദൈവമാണ്, ഞാനാണ് ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡെലൂഷൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇനി പറയുവാണെങ്കിൽ മെയിനായിട്ടും പാരനോയിഡ് ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. പാരനോയിഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലഹരി ഉപയോഗിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ അടുത്തിരുന്ന് 2 പേര് തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര സംശയമാണ്. എന്നെപ്പറ്റിയാണോ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ചിന്തകൾ വരികയും ഇതിൻ്റെ ഭാഗമായിട്ട് മർഡർ പോലുള്ള ക്രൈംസ് നടക്കാനായിട്ടുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, അതായത് MDMA, PCP, ബാക്കിയുള്ള ഹാലൂസിനോജൻസും സ്റ്റിമുലൻസും ഒക്കെ ഒരു വ്യക്തിനെ ട്രിഗർ ചെയ്യാറുണ്ട്. അതായത് അവൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ട്രിഗർ ചെയ്ത് സ്വാഭാവികമായിട്ടും ഈ ട്രിഗർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സൈക്കാട്രി ഇഷ്യൂ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഫാമിലി ഹിസ്റ്ററി പോലും ഇല്ലാത്ത ആൾക്കാർക്ക് സൈക്കാട്രി പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇനിയിപ്പം ഡി അഡിക്ഷൻ സെൻറ്ററിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ, പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര പണിഷ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഡി അഡിക്ഷൻ സെൻറ്ററിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുക. ഇപ്പം ചില സിവിയർ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ചു വലിച്ചായിരിക്കും ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകും. അപ്പോൾ അത്തരം വ്യക്തികളെ നമ്മൾ ഒരു 10 ദിവസത്തേക്ക് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇടും. അപ്പം ആ ഒരു സമയത്ത് ഡീടോക്സിഫിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടാബ്ലറ്റ്സുകൾ കൊടുക്കും. അതോടൊപ്പം ഈ ഒരു 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യക്തിക്ക് കൗൺസിലിങ്ങും ഫാമിലി തെറാപ്പിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. മെയിൻലി CBT പോലുള്ള അവരുടെ തോട്ടിനെ ഒന്ന് ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള തോട്ടിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBT ഒക്കെ കൊടുക്കുക. അപ്പം അത്തരം തെറാപ്പീസ് കൊടുക്കും. ഇതോടൊപ്പം തന്നെ അബോർഷൻ തെറാപ്പി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സൈക്കോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കാട്രിക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് ആ ഒരു സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും സൈക്കാട്രിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. Welcome to St. Anthony's College, Thiruvandanam, where education meets excellence and dreams turn into reality. Since 2013, we have been a pillar of academic brilliance, recognized under Section 2F of the UGC Act and accredited by NAC. Our commitment is your future. At St. Anthony's, we offer world-class education. Under the visionary leadership of Mr. Benny Thomas, Chairman of St. Anthony's College and founder and CEO of Spago Group of Companies. Guiding our academic excellence is Dr. Anthony Joseph Kallampalli, Principal of St. Anthony's College, a distinguished academician with over 35 years in education. We offer a diverse range of courses tailored to meet industry demands. Step into the world of hospitality with our hotel management program. Gain hands-on experience in culinary arts, hotel operations, front office management, and customer service. We are the only institute offering a 3-month salaried internship with Spago International, which opens up doors to global career opportunities. Unlock a world of possibilities with our BBA in Aviation, preparing you for exciting careers in airline operations, airport management, and logistics. Commerce drives the economy, and at St. Anthony's, we equip you with the skills to succeed in accounting, finance, taxation, and business management. Choose from a variety of specialized courses. BCom with Finance and Taxation, BCom with Accounting, BCom with Airport Management and Air Cargo Management, BCom with Hospital Administration, BCom with Logistics Management, BCom Professional with CMA and ACCA, MCom in Finance and Taxation. The future is digital. Our BCA with AI and Robotics program empowers you with expertise in software development, data analytics, cybersecurity, and artificial intelligence. Fashion isn't just about trends. It's about creativity and innovation. Our fashion designing program provides hands-on training in textile science, garment construction, and trend forecasting, preparing you for a dynamic career in the fashion industry. Cybersecurity is more crucial than ever. Our cyber forensics and ethical hacking program trains students in digital forensics, network security, and cyber law to combat cyber threats.
unravel the mysteries of human mind. Our Psychology with Forensic Psychology program explores clinical psychology, organizational behavior, and mental health research. Our MSW program prepares students to uplift communities, drive social change, and promote social justice. Be the change you wish to see. Our campus is designed for success. With a spacious 5-story building, state-of-the-art classrooms, a well-equipped computer lab, a resource-rich library, spacious conference and seminar halls, an auditorium for cultural and academic events, comfortable faculty rooms and administrative offices. At St. Anthony's College, Peruvantanam, we don't just offer degrees. We shape careers, build leaders, and create success stories. Are you ready to take the next step toward a rewarding future? If you are ambitious, passionate, and ready to embrace a future of opportunities, this is your moment. Don't wait. Secure your place today. Visit our campus, explore our programs, and be part of an institution that prepares you for success. Your journey to success begins here. Join St. Anthony's College, Peruvantanam, and step into a world of limitless opportunities. Admissions open. Apply today.